ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് ഒരു വിഷു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടു. പിന്നെ ഞാൻ കിടന്നുറങ്ങി. അതാണ് ശീലം എപ്പോഴും. പിന്നെ ഒരു 6 മണിയായിട്ട് എഴുന്നേറ്റ് കുളിച്ച് ഇപ്പം തുളസി മാലയ്ക്ക് വേണ്ടിയിട്ട് തുളസി പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷു എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ഡേ ഓഫ് ദി ഇയർ ആണ്. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് വേറെ എന്ത് മിസ് ചെയ്താലും വിഷു മിസ് ചെയ്യരുത് എന്നുള്ളൊരാഗ്രഹമുണ്ട് കേട്ടോ. എങ്ങാനും എന്തെങ്കിലും കാരണം കൊണ്ട് കണിയോ വല്ലതും കാണാൻ പറ്റാതായി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവുമേ. ഇപ്രാവശ്യത്തെ വിഷു എൻ്റെ പേരൻസിനോടൊപ്പമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു, അതിൻ്റെ അങ്ങേ പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഏകദേശം 2 വർഷം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ എൻ്റെ പേരൻസിൻ്റെ കൂടെ ഞാൻ വിഷു ആഘോഷിക്കാൻ പോകുന്നത്. ഞാൻ മാല കെട്ടാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. പണ്ടെപ്പോഴോ അമ്മ ചെയ്യുന്ന കണ്ട് പഠിച്ചതാണ്. കുഞ്ഞിലേ ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. എന്നാലും ഞാൻ ഒപ്പിച്ചെടുക്കും. കൃഷ്ണനാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ദൈവം. ഞാനും കൃഷ്ണനും തമ്മിലൊരു ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻഷിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതുകൊണ്ട് എവിടെ പോയാലും കൃഷ്ണൻ്റെ ഒരു ചെറിയ ഫോട്ടോ എങ്കിലും എൻ്റെ കൈ കാണും കേട്ടോ. കാരണം ഞാൻ എവിടെയൊക്കെ പോകുന്നോ പുള്ളി എൻ്റെ കൂടെ കാണണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കെട്ടിയ മാല. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അങ്ങനെ ഞാൻ മാലയൊക്കെ ചാർത്തി തൊഴുതു പ്രാർത്ഥിച്ചു കേട്ടോ. ഇനി ഞാൻ നേരെ റെഡിയായിട്ട് അമ്പലത്തിലോട്ട് പോവുകയാണേ. അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ കൈനീട്ടമായിട്ട് വന്നേ. മഹാലക്ഷ്മി എപ്പം കയറി വന്നാലും നമ്മൾ സ്വീകരിക്കണമെന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒരുക്കമൊക്കെ മാറ്റി വെച്ച് കൈനീട്ടമൊക്കെ വാങ്ങി കേട്ടോ. ഇപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്ന് വാങ്ങണം എന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആ കൺഫ്യൂഷൻ കണ്ടത്. ഇനി വേഗം റെഡിയായിട്ട് അമ്പലത്തിലോട്ട് പോട്ടെ കേട്ടോ. എനിക്ക് റെഡിയാവാനൊന്നും അറിയത്തില്ലേ, അതുകൊണ്ട് ആരും നോക്കിയിരിക്കുന്നതും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഫൈനലി റെഡിയൊക്കെ ആയി. ഇപ്പം എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇനി ഈ കാണുന്ന വളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓൾ സെറ്റ്. വള എപ്പോഴും ഇടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് എപ്പം വളയിട്ടാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ടൈപ്പ് ഓഫ് വളയിട്ടാലും അത് കയറാൻ ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ റെഡിയായി അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. ആ കാണുന്നതാണ് അമ്പലം. തൊട്ടടുത്താണ്, ഞങ്ങളുടെ ക്വാർട്ടറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് വരും. ജസ്റ്റ് ഇങ്ങനെ നടന്ന് കയറി കഴിഞ്ഞാൽ അമ്പലമായി. ശിവൻ്റെ അമ്പലമാണ് ഇവിടെ. പക്ഷേ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ അയ്യപ്പൻ ഉൾപ്പെടെ ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ ലോക്കൽസും പട്ടാളക്കാർ മാത്രമല്ല, ഇവിടെ സിവിലിയൻസും എല്ലാവരും വരാറുണ്ട് കേട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത ഈ കാണുന്ന പാറയില്ലേ, ഈ പാറയിൽ നിന്നാണ് വെള്ളം വരുന്നത്. പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോവുകയാണെ. നല്ലൊരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും ചമ്മന്തിയായിരുന്നു കേട്ടോ. വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ, കാരണം സദ്യക്ക് ഇനി സ്പേസ് ബാക്കി വെക്കണമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അമ്മ അവിടെ പയർ അലവാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട്, പരിപ്പിന് വേണ്ടിയിട്ട്. അമ്മയുടെ ഈ അപ്പിയറൻസ് കണ്ടിട്ട് ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. അമ്മയുടെ ഫേസ് പെട്ടെന്ന് ഈ തണുത്ത കാറ്റ് കൊള്ളുമ്പോൾ ഡ്രൈ ആവുകയാണ്. അതുകൊണ്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ഈ വിഷു ഓണം ദിവസങ്ങളിൽ അടുക്കളയിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നും കൊണ്ടല്ല, ആ പരിപ്പ്, സാമ്പാർ, പച്ചടി, പായസം ഇതിൻ്റെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം കിട്ടാറുണ്ട്. ഇവിടെ മുറമില്ലാത്തതുകൊണ്ട് അമ്മ പ്ലേറ്റിലിട്ടാണ് പാറ്റുന്നത്. എങ്ങനെയുണ്ട് അമ്മയുടെ ഐഡിയ? ഇന്നത്തെ എല്ലാ കറികളും അമ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അച്ഛൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പായസം ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള 1-ാം പാലും 2-ാം പാലും എടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥമനാണ് കേട്ടോ. ഞാനൊരു പ്രഥമൻ ഫാനല്ല. ഞാൻ ഓൾവേസ് പ്രിഫർ ചെയ്യുന്നത് എനിക്ക് പാൽപ്പായസം അല്ലെങ്കിൽ വെർമിസെല്ലി ഉണ്ടല്ലോ, എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ ഇന്ന് വിഷു ഒക്കെ അല്ലേ, അതുകൊണ്ട് എനിക്ക് ഏത് പായസം ആയാലും കുഴപ്പമില്ല. അങ്ങനെ ആദ്യം തന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്തൂരി വെച്ച് കേട്ടോ. പിന്നെ ശർക്കര പാനിയാക്കി. പിന്നെ ഇത് പ്രഥമൻ ഓൾറെഡി വേവിച്ച് കഴുകി മാറ്റി വെക്കുകയാണ് കേട്ടോ. മീൻവയൽ ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നേ. മഴയും അടുക്കളയിലുള്ള സുഗന്ധവും, ആഹാ സ്വർഗം.
അപ്പോൾ പ്രഥമൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഇത് ശർക്കര പാനിയിലേക്ക്, നേരത്തെ കണ്ട ശർക്കര വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ഈ വേവിച്ച് വെച്ച പ്രഥമൻ ഇട്ടു. അപ്പോൾ ഇനി ഈ ശർക്കര വെള്ളത്തിൽ ഇത് ഒന്നുകൂടി ഇരുന്ന് വേവണം എന്നാണ് അച്ഛൻ പറയുന്നത്. ആ സമയത്ത് അമ്മ ഇവിടെ കരിക്കരിഞ്ഞുകൊണ്ടിരിക്കുവാണേ. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിന്ന് നന്നായിട്ട് അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ പ്രഥമൻ ഇവിടെ തകൃതിയായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ശർക്കര പാനി വറ്റി കഴിഞ്ഞപ്പം അച്ഛൻ രണ്ടാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആണോ പ്രഥമൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കും അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല. അച്ഛൻ പണ്ടേ ഇങ്ങനെയാണ് കേട്ടോ, ആരോടൊന്നും ചോദിക്കത്തില്ല, തോന്നിയതുപോലെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കും. പക്ഷേ എല്ലാത്തിനും നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. വല്ല 1-2 ഐറ്റംസൊക്കെ ഫ്ലോപ്പായി കാണും, പക്ഷെ ബാക്കിയൊക്കെ ഫുള്ള് സക്സസ് ആയിട്ടേ ഉള്ളൂ. അച്ഛന് ചിക്കൻ കറിക്കും സൂപ്പർ ടേസ്റ്റാണ്. അതുകൊണ്ട് നോൺ വെജൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അച്ഛനെ ആയിരിക്കും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അമ്മയുടെ അവിയൽ, തോരൻ, ഇഞ്ചിക്കറി അതൊക്കെ ആയിരിക്കും കേട്ടോ നല്ലത്. അച്ഛൻ്റെ പ്രഥമൻ അവിടെ വെന്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ പണി ഇങ്ങനെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വലിയ പാത്രത്തിലാണ് ഇവിടെ പ്രഥമൻ വെക്കുന്നത്, കാരണം ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട്. അതുകൊണ്ട് വേറൊന്നും ഇപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് നിന്നിങ്ങനെ കുക്ക് ചെയ്യുന്ന കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണല്ലേ. അങ്ങനെ ലാസ്റ്റ് ഡേ 1-ാം പാലും അച്ഛൻ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് അധികം തിളയ്ക്കരുതെന്നാണ് പറയുന്നത്, പക്ഷെ അച്ഛൻ ഇച്ചിരി കൂടി തിളപ്പിച്ചോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. കുക്കിംഗ് അറിയാവുന്നവർ കണ്ടു കഴിഞ്ഞാൽ പക്ക ഇത് കണ്ടിട്ട് ചിരിക്കുമായിരിക്കും. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളത് നോക്കിയാൽ പോരെ, എന്തിനാണ് വെറുതെ അതിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നോക്കുന്നത്. ഇപ്പോഴത്തെ വറുത്ത് കോരി വെച്ച കശുവണ്ടിയും കിസ്മിസും ഇട്ടു. അപ്പം വന്നൊരു സ്മെല്ലുണ്ട്. ഹോ എൻ്റെ പൊന്നോ, അതിങ്ങനെ മൂക്കിലൂടെ ചെന്ന് നമ്മുടെ വയറ്റിലോട്ട് പോകുന്നൊരു ഫീലായിരുന്നു കേട്ടോ. ഇപ്പം ചുക്കുപൊടി ഇടാൻ പോവാണേ. അളവൊന്നുമില്ല, അച്ഛന് തോന്നിയതുപോലെ ഇടുവാണ്. അച്ഛൻ പറഞ്ഞത് ചവ്വരി ആയിരുന്നു, പക്ഷേ അമ്മയ്ക്ക് ചവ്വരി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ ഇടാഞ്ഞത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു തിക്നെസ് വന്നേനെ. ലാസ്റ്റ് ഇങ്ങനെ ഏലക്കയും കൂടെ തൂവി കൊടുത്തു കേട്ടോ. അപ്പം ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി. അക്കോർഡിംഗ് ടു അമ്മ പ്രഥമനിൽ ഏലക്ക ഇടത്തില്ല, പക്ഷെ അച്ഛൻ അതനുസരിച്ചില്ല, അച്ഛൻ ഇഷ്ടം പോലെ ചെയ്തു. ലാസ്റ്റ് ഈ നെയ്യൂടെ ഇട്ടപ്പോഴത്തേനും പ്രഥമൻ ഏതാണ്ട് സെറ്റായി. പ്രഥമൻ്റെ എല്ലാം റെഡിയായി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. ഇനി അമ്മയുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അമ്മയുടെ സ്പെഷ്യൽ ഇഞ്ചി അച്ചാർ. ഞങ്ങളുടെ കൊല്ലത്ത് ഇഞ്ചി അച്ചാർ എന്നാണ് പറയുന്നത്, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇഞ്ചിക്കറിയും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ടരിഞ്ഞ് കുറച്ച് എണ്ണയിലിട്ട് വറക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ അമ്മയുടെ റെസിപ്പീസ് ചോദിക്കാൻ നോക്കിയപ്പോഴാണ് അമ്മ പറഞ്ഞത്, ഇതൊന്നും എടുത്ത് യൂട്യൂബിലിടരുത്, ഇത് എനിക്ക് തോന്നിയതുപോലെ ഉണ്ടാക്കുവാന്ന്. ഇതിലാണ് ഇഞ്ചി ഫ്രൈ ആവുന്നത്. ഈ മെഷീൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അവിയലിന് വേണ്ടിയിട്ടുള്ള കൂട്ടതേ ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട്. സാമ്പാറിനുള്ളത് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ അങ്ങോട്ട് കുക്ക് ചെയ്താൽ മാത്രം മതി. ഞാനിവിടെ ഒന്നും ചെയ്തില്ല എന്നാരും പറയണ്ട, ഞാൻ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ഫ്രൈ ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൽ നിന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ അമ്മയുടെ ഇഞ്ചിക്കറിക്ക് ഏതാണ്ട് തീരുമാനമായി ഗൈസ്. ഇഞ്ചിയെല്ലാം കരിഞ്ഞു പോയി. ആ ഡിസപ്പോയിൻമെൻറ്റ് മാറ്റാനായിരിക്കണം അമ്മ അവിയലിനുള്ള അരപ്പുണ്ടാക്കാൻ പോവുകയാണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉണക്കമുളക്, ചെറിയ ഉള്ളി, ഇത്രയാണ് അരപ്പിന് അരച്ചത്. പിന്നെ ആ അരപ്പെല്ലാം കൂടെ ഈ അവിയലിനുള്ള ഐറ്റംസിലോട്ടിട്ടു. ഉപ്പുമിട്ട് ഇളക്കി അതിനെ അടുപ്പിലോട്ട് അങ്ങോട്ട് വെച്ച് കേട്ടോ. ഇത് നേരത്തെ കരിഞ്ഞു പോയ ഇഞ്ചിയില്ലേ, അതിൽ നിന്ന് കുറച്ച് നല്ലത് നോക്കിയെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പം. എന്നിട്ടത് മിക്സിയിലിട്ട് അരച്ച് പൊടിച്ചെടുത്ത് കേട്ടോ. അടുത്ത സ്റ്റെപ്പ്, ഒരു പാനിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതുവരെ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. ഗ്യാസ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേനെ ഇപ്പം. ഇപ്പോഴാണ് ഗ്യാസ് ഓണാക്കുന്നത്.
ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് അല്പം ഒന്ന് ചൂടാകിയാൽ മതി. അതിൻ്റെ ആ ഒരു പച്ചമണം മാറാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിക്കണം. ഇനിയാണ് നമ്മുടെ കരിഞ്ഞു പോയ ഇഞ്ചി ഇടുന്നത്. എന്നിട്ട് ഇത് കുറച്ച് പറ്റുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഇളക്കുക. കുക്കിംഗ് അറിയാവുന്നവർ ആരും എൻ്റെ അമ്മയെ ജഡ്ജ് ചെയ്യേണ്ട. അമ്മ പ്രൊഫഷണൽ കുക്കൊന്നുമല്ല. എന്ത് അമ്മ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇതിനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ ആഡ് ചെയ്തത് കുറച്ച് ശർക്കരയാണേ. അതും കൂടെ ആയപ്പോഴത്തേനും സൂപ്പറായി. അമ്മ സൂപ്പറായി എന്ന് പറയാം കേട്ടോ. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടു. അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ കുറച്ച് പയ്യന്മാരും ഉണ്ട് കേട്ടോ. അവരും എല്ലാം നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്തു തന്നേ. തൊട്ടപ്പത്തിരുന്ന് അവിയലും വേകുന്നുണ്ട് കേട്ടോ. എന്താല്ലേ, അമ്മമാർക്ക് മാത്രം ഉള്ള ഒരു കഴിവാണെന്ന് തോന്നുന്നു ഇങ്ങനെ പല ഐറ്റംസ് ഒരേ ടൈമിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാനൊക്കെ ഒരു കറി തന്നെ കുക്ക് ചെയ്യുന്നത് പാടെ എനിക്കറിയാം. എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിസ്ട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ ആ കറി ചീത്തയായി പോകും. കഴിഞ്ഞ വട്ടം ഞാൻ ഓസ്ട്രേലിയയിൽ കുറച്ച് സദ്യ ഉണ്ടാക്കാൻ ശ്രമിച്ചേ. ആകെ കൂടെ എനിക്ക് സാമ്പാറും അവിയലും തോരനും മാത്രമാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഞാനെന്തോ മലമറിച്ച ഒരു ഫീലായിരുന്നു എനിക്ക്. ആ സമയത്താണ് അമ്മയുടെ പരിപ്പും സാമ്പാറും പുളിശ്ശേരിയും തോരനും അവിയലും ഒക്കെ ഉണ്ടാക്കുന്നത്. കാത്തിരിപ്പിനൊടുവിൽ ഇല വന്നു. കറികളെല്ലാം നിരന്നു. ഞാനും അമ്മയും കൂടെയാണ് വിളമ്പുന്നത്. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. പിന്നെ എനിക്ക് ഏതൊക്കെ എവിടെയൊക്കെ വിളമ്പണമെന്ന് അറിയത്തില്ലേ, അതൊക്കെ അമ്മ എനിക്കിങ്ങനെ പഠിപ്പിച്ചു തരുമായിരുന്നു. വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിച്ചു തുടങ്ങിയാൽ മതിയെന്നായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, സാധാരണ ഉണ്ടാക്കുന്ന അവിയലും തോരനും ഒക്കെ തന്നെയാണ് നമ്മളിപ്പോഴും ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ഇലയിലിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ കൂടുന്നെന്നാണ് എനിക്കറിയാത്തത്. അങ്ങനെ നെയ്യ് വന്നു. ഇനി അങ്ങോട്ട് ചൂട് ചോറിൽ ചൂട് പരിപ്പൊഴിച്ച് ആ നെയ്യും കൂട്ടി കഴിക്കണം. ആഹാ, സ്വർഗം. അങ്ങനെ ഞാൻ കഴിക്കാൻ പോവാണേ. ചോറും നെയ്യും പരിപ്പും പപ്പടവും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആഹാ എന്ത് ടേസ്റ്റായിരുന്നെന്നറിയോ. ഏതായാലും തിരിച്ച് സിഡ്നിയിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു വിഷു വന്നത് കാര്യമായി. ഇങ്ങനെ സദ്യ കഴിക്കാൻ പറ്റിയല്ലോ. എന്നോട് ആരെങ്കിലും ബിരിയാണിയാണോ സദ്യയാണോ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സദ്യ തന്നെ പറയാം കേട്ടോ. നെക്സ്റ്റ് ഇനി കുറച്ച് സാമ്പാറും പുളിശ്ശേരിയും. എനിക്കിങ്ങനെ സാമ്പാറും പുളിശ്ശേരിയും കൂടെ ഒന്നിച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇനി കുറച്ച് പ്രഥമനും കൂടെ ആകുമ്പോൾ സദ്യ കംപ്ലീറ്റ് ആവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ അച്ഛനുണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴം ഉണ്ടായിരുന്നില്ല, പഴം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പൊളിച്ചേനെ. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞു. ഇനിയൊന്ന് ഉറങ്ങണം. ഈ സദ്യക്ക് എന്താണെന്ന് അറിയത്തില്ല, നമ്മളെ ഉറക്കാൻ നല്ലൊരു കഴിവുണ്ട്. ഉറക്ക ഗുളികയുടെ ഒരാവശ്യമില്ല, കുറച്ച് സദ്യ അങ്ങോട്ട് കഴിച്ചാൽ മതി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. See you in my next vlog. Ta-ta and done.